ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു നാടൻ വിഭവമാണ്. അത് പച്ചത്തക്കാളി കൊണ്ട് ഒരു അവിയൽ തയ്യാറാക്കും. അതിനായി പച്ചത്തക്കാളി നീളത്തിനരിയുക. ഒരു 4-5 പച്ചത്തക്കാളി എടുത്ത് അതിനൊന്ന് നീളത്തിനരിയുക. ഒരു 3-4 പച്ചമുളക് എടുത്ത് അതും നീളത്തിനരിയുക. പിന്നെ ഒരു സവാള അതും നീളത്തിനരിഞ്ഞ് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടുക. അര സ്പൂൺ മുളക് പൊടിയും ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിനെ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പ് കത്തിച്ച് അടുപ്പിലേക്ക് വയ്ക്കുക. എന്നിട്ട് അടച്ച് വയ്ക്കുക. ഇതിനാവശ്യമായ കൂട്ട് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങ തിരിയതും, ഒരു 3/4 സ്പൂൺ ജീരകം അത് പൊടിച്ചതാണ്, പൊടിയും, പിന്നെ കുറച്ച് കറിവേപ്പിലയും ഞങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക. അവിയൽ പരുവത്തിൽ, നന്നായിട്ട് അരയാൻ പാടില്ല. അതിനുശേഷം അടപ്പ് തുറന്ന് അതൊന്ന് ഇളക്കി നോക്കുക. ഒരു വെന്തോന്ന് നോക്കുക. ഒരു 3/4 പരുവം വേവ് ആയിക്കഴിഞ്ഞാൽ കൂട്ടിടാം. വേവാത്തുണ്ട് വീണ്ടും അടച്ചു വെച്ച് ഒന്നുകൂടി വേവിക്കുക. ഈ അവിയലിന് പുളിയോ തൈരോ ഒന്നും വേണ്ട. ടൊമാറ്റോയ്ക്ക് പുളിപ്പുള്ളതുകൊണ്ട് അതൊന്നും വേണ്ട. അതിനുശേഷം കൂട്ട് അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക, ഇളക്കി യോജിപ്പിക്കുക. മൂടി തുറന്ന് നോക്കുക. തേങ്ങയുടെ പച്ചമണവും വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വയ്ക്കുക. സ്വാദിഷ്ടമായ പച്ചത്തക്കാളി അവിയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളും ട്രൈ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കുക. എൻ്റെ ചാനലായ ബിന്ദു രാധാകൃഷ്ണൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.